നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റ് ആയിട്ടും ക്യാരി ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് മെറ്റേണിറ്റി പാൻറ്റീസ്. ഇത് മസ്റ്റ് ആയിട്ടും ക്യാരി ചെയ്തിരിക്കുക. ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡ് വന്നിട്ട് മമ ക്ലബ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ പാൻറ്റീസ് ഡിസൈൻ വന്നിട്ട് നമുക്ക് പ്രഗ്നൻസി സമയത്തും അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാൻറ്റീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വയറിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ, അതുപോലെ തന്നെ ഇപ്പം സി സെക്ഷൻ ആണെങ്കിൽ അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു പാൻറ്റീസ് ആണ്. നെക്സ്റ്റ് ആണ് വന്നിട്ട് ഫീഡിംഗ് ബ്രാസ്. മസ്റ്റ് ആയിട്ടും ക്യാരി ചെയ്തിരിക്കുക. കാര്യം ആ സമയത്ത് നമുക്ക് സാധാരണ ബ്രാസ് യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും അത് ക്യാരി ചെയ്യുക. ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡ് വന്നിട്ട് MMD എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമ്മൾ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആഡ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വരുമല്ലോ, അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇതിൽ റിമൂവബിൾ കപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാ എക്സ്റ്റൻഡേഴ്സും നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. പാക്ക് ഓഫ് 3 ആണ് ഞാൻ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അടുത്ത വന്നിട്ട് ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്റേഴ്സ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പാൻറ്റീസ് എന്ന് വേണമെങ്കിലും പറയാം. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫ്യൂ ഡേയ്സിൽ നമുക്ക് എന്തായാലും പാൻറ്റീസ് യൂസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് കളയുകയും ചെയ്യാം. ബ്ലീഡിങ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഡിസ്പോസ് ചെയ്ത് കളയാം. പിന്നെ ഇത് നല്ല ബ്രീത്തബിൾ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിന്റെ കൂടെ തന്നെ മെറ്റേണിറ്റി പാഡ് വാങ്ങിച്ചു വെക്കുക. അത് അത്യാവശ്യം കട്ടിയും ഉണ്ടാവും, നീളവും ഉണ്ടാവും. അപ്പം ബ്ലീഡിങ് ഉള്ളവർക്ക് ഓവർഫ്ലോ ആവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. മസ്റ്റ് ആയിട്ടും ക്യാരി ചെയ്യുക. ന്യൂ മോം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചത്. അതിന്റെ പാഡ് ഫിക്സേറ്റേഴ്സും അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാഡ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.